Debate with Dr. Arun Kumar. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ അന്ത്യയാത്രയിൽ കേന്ദ്ര സർക്കാർ അനാദരവ് കാട്ടിയെന്ന് കോൺഗ്രസ്. ചിതാഭസ്മം ഒഴുക്കാൻ പോവാതിരുന്നത് കോൺഗ്രസ് അല്ലേ എന്ന് BJP. സ്മാരകത്തിന് സ്ഥലം മുൻകൂർ അനുവദിക്കാതെ നിഗംബോധ് ഘട്ടിൽ പൊതുശ്മശാനം നൽകിയത് എന്തിനെന്ന് കോൺഗ്രസ്. സംസ്കാരത്തിന് ശേഷം രാജ്ഘട്ടിൽ സ്ഥലം അനുവദിച്ചില്ലേ എന്ന് കേന്ദ്രം. ദൂരദർശൻ മാത്രം സംപ്രേഷണം ചെയ്ത സംസ്കാരത്തിനിടെ കേന്ദ്രമന്ത്രിമാരെ മാത്രം മുഖം കാണിച്ചില്ലേ എന്ന് കോൺഗ്രസ്. ചിതയണയും മുൻപ് വിയറ്റ്നാമിലേക്ക് പുതുവത്സരം ആഘോഷിക്കാൻ രാഹുൽ ഗാന്ധി പോയില്ലേ എന്ന് BJP. മാധ്യമങ്ങളെക്കാൾ ചരിത്രം ദയാലുവായിരിക്കുമെന്ന് കരുതിയ മൻമോഹൻ സിംഗിനെ മരണാനന്തരവും അപമാനിക്കുകയാണോ? അനാദരിച്ചത് ആരെന്നാണ് ചോദ്യം. അതിഥികളായി നമുക്കൊപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ സണ്ണിക്കുട്ടി എബ്രഹാം, ഒപ്പം BJP പ്രതിനിധി അഡ്വക്കേറ്റ് കൃഷ്ണദാസ് എന്നിവരാണ്. ഞാൻ ആദ്യം സണ്ണിക്കുട്ടി എബ്രഹാമിലേക്ക് പോകുന്നു. സണ്ണിക്കുട്ടി എബ്രഹാം, ഈ വിവാദം അനാവശ്യമായിരുന്നു. മൻമോഹൻ സിംഗിന്റെ ചിതാഭസ്മം ഒരുക്കാൻ കോൺഗ്രസിന്റെ കുടുംബം പോയില്ലല്ലോ, അല്ലെങ്കിൽ കോൺഗ്രസ് പോയില്ല, കുടുംബത്തെ മാത്രമാണ് അയച്ചത് എന്ന പേരിലൊരു വിവാദം ഒരു ഭാഗത്ത് വരുന്നു. മൻമോഹൻ സിംഗിന്റെ ചിതയാറും മുൻപ് വിയറ്റ്നാമിലേക്ക് പറന്നില്ലേ രാഹുൽ ഗാന്ധി എന്ന് അമിത് മാളവ്യ IT സെല്ലിൽ ചീഫ് കുറിക്കുന്നു. അപ്പോൾ അതിനൊക്കെ മറുപടിയും പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് രംഗത്ത് വരുന്നുണ്ട്. അനാവശ്യ വിവാദമാണോ നമ്മളിപ്പോൾ മൻമോഹൻ സിംഗിന്റെ പേരിൽ കേൾക്കുന്നത്? വാസ്തവത്തിൽ മൻമോഹൻ സിംഗിനെ പോലെ ഒരാളുടെ അന്ത്യകർമ്മങ്ങളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ അന്ത്യയാത്രയുടെ കാര്യത്തിൽ ഈ വിവാദങ്ങൾ ഒഴിവാക്കാമായിരുന്നു. പക്ഷേ അരുൺ ഇപ്പോൾ പറഞ്ഞു, ചിതാഭസ്മം ഗംഗയിൽ ഒഴുക്കുമ്പോൾ യമുനയിൽ ഒഴുക്കുമ്പോൾ കോൺഗ്രസ് പോയില്ല, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി വിയറ്റ്നാമിലേക്ക് പോയിരിക്കുന്നു, ഇവ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അതല്ല പ്രശ്നം. ഇപ്പോൾ മൻമോഹൻ സിംഗിന്റെ ശവസംസ്കാര ചടങ്ങുകൾക്ക് മുമ്പായിട്ടൊരു സ്ഥലം അനുവദിച്ചോ? എന്തുകൊണ്ട് അനുവദിക്കാതിരുന്നു? അതൊരു പ്രധാന കാര്യമാണ്. കാരണം നമ്മളിതിനെ കാണേണ്ടത് 2013 മുതൽ ഇങ്ങോട്ടാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അന്നത്തെ കേന്ദ്ര സർക്കാർ, അന്ന് മൻമോഹൻ സിംഗാണ് പ്രധാനമന്ത്രി. അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് രാഷ്ട്രപതിമാര്, ഉപരാഷ്ട്രപതിമാര്, മുൻ രാഷ്ട്രപതിമാര്, ഉപരാഷ്ട്രപതിമാര്, മുൻ പ്രധാനമന്ത്രിമാർ, അതുപോലെ തന്നെ ആ സ്ഥാനത്തിരിക്കുമ്പോൾ ആരെങ്കിലും അന്തരിക്കുകയാണെങ്കിൽ അവരുടെ ശവസംസ്കാരം സംബന്ധിച്ച് ഒരു പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഒരു സംവിധാനം ഉണ്ടാക്കിയിരുന്നു. അതാണ് രാഷ്ട്രീയ സ്മൃതി സ്ഥൽ എന്ന് പറയുന്നത്. അത് ഏകതാ സ്ഥലിനടുത്തായിട്ട് വരും, രാജ്ഘട്ടിന്റെയൊക്കെ ചേർന്നാണ്. അപ്പം 2013 ക്യാബിനറ്റ് ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഈ സ്ഥലം ഐഡന്റിഫൈ ചെയ്തിരുന്നു, അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നു. 2012 ശ്രീ IK ഗുജറാൾ മരിച്ചതെന്നാണ് ഓർമ്മിക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ്, തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. അദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടത്തിയത് ഈ പ്രൊപ്പോസ്ഡ് ആയിട്ടുള്ള ഈ രാഷ്ട്രീയ സ്മൃതി സ്ഥലിലാണ്. പിന്നീട് വാജ്പേയിജി അന്തരിച്ചു. അപ്പോഴും അതിന്മേലൊരു തീരുമാനമെടുക്കാൻ ആർക്കും ഒരു കാലതാമസം ഉണ്ടായില്ല, ആർക്കും കൂടുതൽ സമയം വേണ്ടി വന്നില്ല. അദ്ദേഹത്തെയും അവിടെ തന്നെ, അത് ഏതാണ്ട് ശാന്തിവനം, നെഹ്റുവിന്റെ സമാധി, അതുപോലെ തന്നെ വിജയഘട്ട്, ശാസ്ത്രിജിയുടെ സമാധി, ഇതിന്റെ നടുവിലായിട്ട്, ഒത്ത നടുക്കാണെന്ന് ഞാൻ പറയുന്നില്ല, അതിന്റെ ഏതാണ്ട് നടുവിലായിട്ടാണ് അദ്വാനിജിക്കുള്ള അന്ത്യ കർമ്മത്തിനുള്ള വേദി ഒരുക്കിയത്. അവിടെ BJPയുടെ നേതൃത്വത്തിൽ തന്നെ അവരുടെ ഉത്തരവാദിത്തത്തിൽ ഒരു നല്ല സ്മാരകം പണിതിട്ടുണ്ട്. BJPയുടെ രാജ്ഘട്ടം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇവിടെ മൻമോഹൻ സിംഗിന്റെ കാര്യം വരുമ്പോൾ മറ്റേ പഴയ പ്രധാനമന്ത്രിമാരെ പോലെയല്ല. നമുക്കൊരു സംവിധാനമുള്ളപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകൾ നിഗംബോധ് ഘട്ടിലേക്ക് മാറ്റി? ഇവിടെ ഒരു സ്ഥലമുള്ളപ്പോൾ, പ്രപ്പോസ്ഡ്, നമ്മൾ നിർദ്ദേശിച്ചിട്ടുള്ള ഒരു സ്ഥലമുള്ളപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകൾ, അന്ത്യ ചടങ്ങുകൾ അവിടെ വെച്ച് നടത്തിയില്ല? ഈ നിഗംബോധ് ഘട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ 2-3 തവണയെങ്കിലും പോയിട്ടുണ്ട്, ചില സുഹൃത്തുക്കളുടെയും അവരുടെ ബന്ധുക്കളുടെയും ഒക്കെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട്. അത് മൻമോഹൻ സിംഗിനെ പോലെയുള്ള ഒരാളുടെ ഒരു ശവസംസ്കാര ചടങ്ങിന് വരുന്ന വലിയ ജനക്കൂട്ടത്തെ, അല്ലെങ്കിൽ വിശിഷ്ടാതിഥികളെ, ഇന്ത്യക്ക് പുറത്തുനിന്നുള്ളവര്, ഡിഗ്നിറ്ററീസ്, അവരെയൊന്നും ഉൾക്കൊള്ളാൻ പാകത്തിൽ ഉള്ളതല്ല. വലിയ വലുപ്പമുള്ള സ്ഥലം തന്നെയാണ്, പക്ഷെ അത് ഇതുപോലൊരു അന്ത്യകർമ്മങ്ങൾക്ക് പറ്റിയൊരു വേദിയല്ല. അവിടേക്ക് ഇത് നടത്തുന്നത് തീരുമാനിക്കാതെ
അതൊരു പൊതുശ്മശാനമാണ്. ഞാൻ പൊതുശ്മശാനം എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ സംസ്കാരം നടത്തിയവരെയൊന്നും ചെറുതാക്കി കാട്ടുകയില്ല. പക്ഷേ ഇവിടെ നമുക്ക് മൻമോഹൻ സിംഗിന്റെ ഈ അന്ത്യകർമ്മങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ സ്മൃതി സ്ഥലിൽ നടത്തുകയും അവിടെ തന്നെ ഒരു സ്മാരകം കെട്ടുന്നതിന് അതാര് കെട്ടുന്നു, ഗവൺമെന്റ് ഞാൻ മനസ്സിലാക്കിയത് ഇതിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞൊരു മറുപടി ഒരു ട്രസ്റ്റൊക്കെ രൂപീകരിച്ചു വേണ്ടേ ആ സ്ഥലം കൈമാറാൻ, അതിന് സമയമെടുക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ ആദ്യഘട്ടത്തിൽ നൽകിയ വിശദീകരണം. അല്ല, വാജ്പേയിയുടെ ശവസംസ്കാരം നടക്കുമ്പോൾ ട്രസ്റ്റ് രൂപീകരിക്കായിരുന്നു? എനിക്ക് തോന്നുന്നില്ല. അതാണ് ബി ജെ പി മറുപടി പറയുന്നത്. അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ്, മരണത്തിലും ഈ വിവേചനം കാട്ടിയതിനാണ് ഐക്യ ഗുജറാളിന് ഇതേ പ്രോട്ടോകോൾ പ്രകാരം രാഷ്ട്രീയ സ്മൃതിസ്ഥലിൽ തന്നെ സംസ്കാര ചടങ്ങും നടന്നു. അതെ അതെ, അല്ല അതിനുശേഷം അപ്പോ ഓരോ ഘട്ടത്തിലും അതെ വാജ്പേയിയുടെ കാര്യത്തിലും അപ്പം നോക്കൂ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ്, വാജ്പേയിയുടെ കാര്യത്തിലും ഒരു പരിധിവരെ ഐക്യ ഗുജറാളിൻ്റെ കാര്യത്തിലുമൊക്കെ നമ്മൾ പാലിച്ചു വന്ന ആ പ്രോട്ടോകോൾ എന്തുകൊണ്ടാണ് ഇവിടെ പാലിക്കാൻ പറ്റാതെ പോയത്? എന്തുകൊണ്ടാണ് മരണാനന്തരം നമുക്ക് മൻമോഹൻ സിംഗിനൊരു വിവേചനം നേരിടേണ്ടി വരുന്നൊരു അവസ്ഥയുണ്ടായത്? ഒഴിവാക്കാമായിരുന്നില്ല അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ്? അതേ സ്ഥലത്തു തന്നെ ഈ രാഷ്ട്രീയ സ്മൃതിസ്ഥലിനടുത്ത് കിസാൻ ഘട്ടിലോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സംസ്കാരം നടക്കുന്ന സ്ഥലത്ത് തന്നെ സ്മാരക മന്ദിരം ഉയരേണ്ടത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തോട് ചെയ്യേണ്ട ഒരു ആദരവായിരുന്നില്ലേ? അത് സർക്കാർ വിവേചനം കാണിച്ചോ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ്? അരുൺ, നമസ്കാരം. ഞാനിനി വിഷയത്തിലേക്ക് വരാം. നോക്കൂ, ഇങ്ങനെ ഒരു വിവാദം ദൗർഭാഗ്യകരമാണെന്ന് സണ്ണിക്കുട്ടി എബ്രഹാം പറയുമ്പോൾ തന്നെ കോൺഗ്രസിനെക്കാട്ടും വലിയ ഒരു വാദമുഖങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. മൻമോഹൻ സിംഗിനെ സത്യത്തിൽ ആരാണ് ഈ അനാദരവ് കാണിച്ചിരിക്കുന്നത്? 7 ദിവസത്തെ ദുഃഖാചരണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നത നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇപ്പോൾ എവിടെയാണ്? പുതുവത്സരം ആഘോഷിക്കാൻ വേണ്ടി അദ്ദേഹം വിയറ്റ്നാമിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ ഈ 7 ദിവസത്തെ ദുഃഖാചരണം എന്ന് പറയുന്നത് അത് വേണമെങ്കിൽ സർക്കാർ നടത്തിക്കോട്ടെ, മോഡി വേണമെങ്കിൽ നടത്തിക്കോട്ടെ, ഈ രാജ്യത്തെ ജനങ്ങൾ വേണമെങ്കിൽ നടത്തിക്കോട്ടെ. ഞാൻ വിയറ്റ്നാമിലേക്ക് സ്മൃതിസ്ഥലിൽ എന്തുകൊണ്ടൊരു സ്ഥലം ഒരുങ്ങിയില്ല? എന്തുകൊണ്ട് അവിടെ ആ വിഷയത്തിലേക്ക് വരാം. നമുക്ക് രാഹുൽ ഗാന്ധിയുടെ വിയറ്റ്നാം സന്ദർശനം നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ചോദ്യം ചെയ്യില്ലല്ലോ. രണ്ടുപേരും 3-4 മിനിറ്റ് സംസാരിച്ചിട്ടില്ല. എന്തുകൊണ്ട് സ്മൃതിസ്ഥലിൽ ഒരു സ്ഥലം കൊടുത്തില്ല? നിഗംബോധ് കെട്ടുന്ന പൊതുശ്മശാനത്തിലേക്ക് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വിഷയത്തിലേക്ക് വരാമരുണ്ട്. എന്തിനാണ് ഈ തോക്കിന് അകത്ത് കയറിയിട്ട് വെടിവെക്കുന്നത്? ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ രണ്ടുപേരും 3-4 മിനിറ്റ് സംസാരിച്ച ശേഷമാണ് എനിക്ക് അവസരം കിട്ടിയത്. ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ അതിനു മുമ്പ് തന്നെ എന്നെ എന്താ പറയുക പ്രതിക്കൂട്ടിൽ നിർത്തരുത്. അതായത് 1, അദ്ദേഹം വിയറ്റ്നാമിലേക്ക് പോകുന്നു. 2, ഈ 2013 മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുന്ന, വളരെ സൗകര്യപൂർവ്വം സണ്ണിക്കുട്ടി എബ്രഹാം ആ വിഷയം പറഞ്ഞില്ല. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ഓർഡിനൻസ് കൊണ്ടുവരുന്നത്. എന്താ ഓർഡിനൻസ്? ഓരോ നേതാവിനും ഓരോ സ്മാരകം ഒരു സെപ്പറേറ്റായിട്ട് സ്ഥലം കാണേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഒരു ഓർഡിനൻസ് കൊണ്ടുവരുന്നത് 2013 എന്നാണ് എൻ്റെ പരിമിതമായിട്ടുള്ള അറിവ്. ഇനി രാഹുൽ ഗാന്ധി മൻമോഹൻ സിംഗ് ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്നെ എത്ര തവണ അപമാനപ്പെടുത്തി? അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നില്ലേ? ആ ഓർഡിനൻസ് അദ്ദേഹം പത്രസമ്മേളനത്തിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് അത് വലിച്ച് കീറി ആ പ്രധാനമന്ത്രി ആയിരുന്ന മൻമോഹൻ സിംഗിനെ അപമാനപ്പെടുത്തിയതിന് കയ്യും കണക്കുമുണ്ടോ? ഇനി മൻമോഹൻ സിംഗ് അവിടെ ഇരിക്കട്ടെ, PV നരസിംഹറാവു പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹം 2004 അന്തരിച്ച് കോൺഗ്രസ് പാർട്ടി എന്താ ചെയ്തത്? ആ PV നരസിംഹറാവുവിൻ്റെ മൃതദേഹം AICC ഓഫീസിൽ പോലും ഈ പറഞ്ഞ രീതിയിൽ പ്രദർശനത്തിന് വെച്ചോ? ഡൽഹിയിൽ എന്തെങ്കിലും അന്തിമ കർമ്മങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ കോൺഗ്രസ് പാർട്ടി അനുവദിച്ചോ? എത്രയും പെട്ടെന്ന് ഹൈദരാബാദിലേക്ക് പാക്ക് ചെയ്യാനായിരുന്നില്ലേ അവർക്ക് ധൃതി? ഹൈദരാബാദിൽ വെച്ചിട്ടല്ലേ അന്ത്യകർമ്മങ്ങൾ മുഴുവൻ PV നരസിംഹറാവുവിൻ്റെ ചെയ്തത്. ഇനി അതും പോട്ടെ, പ്രണബ് മുഖർജി അന്തരിച്ച സമയത്ത് കോൺഗ്രസ് പാർട്ടി എന്താ ചെയ്തത്? അവരുടെ മകൾ ഈ കഴിഞ്ഞ ദിവസമല്ലേ ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയത്? കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി കൂടി ഒരു അനുശോചനം പോലും രേഖപ്പെടുത്തിയിട്ടില്ല.
അപ്പോൾ ഇവരുടെയൊക്കെ സ്നേഹം എന്താ വെച്ചാൽ ഗാന്ധി നെഹ്റു കുടുംബം അല്ലെങ്കിൽ അവരുടെ ഈ ഫസ്റ്റ് ഫാമിലിയിൽ എന്തെങ്കിലും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടെന്ന് നമുക്ക് സമ്മതിക്കാം കൃഷ്ണദാസ്, ഒരു വിവാദം. പക്ഷെ അതിനു മുമ്പ് എന്റെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് മൻമോഹൻ സിംഗിന് രാജ്ഘട്ടിൽ അതേ കർമ്മങ്ങൾ നടക്കിയ സ്ഥലത്തൊരു സ്മാരകം അനുവദിച്ചില്ല? നിഗംബോധ് ഘട്ടിൽ സംസ്കാര ചടങ്ങ് നടക്കുന്നു, അതേപോലെ സ്മാരകം അതിനുശേഷം രാജ്ഘട്ടിൽ കേന്ദ്ര സർക്കാർ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. 2013 ഈ കൊണ്ടുവന്നിട്ടുള്ള ഓർഡിനൻസ് പ്രകാരം അത് ട്രസ്റ്റ് രൂപീകരിക്കണം. ആ ട്രസ്റ്റ് രൂപീകരിച്ച് ഈ പറഞ്ഞ സ്ഥലം ആ ട്രസ്റ്റിന് കൈമാറണം. അതിൽ സ്വാഭാവികമായിട്ടുള്ള ഫോർമാലിറ്റീസ് അതിലുണ്ട്. അത് പാലിക്കാൻ വേണ്ടിയിട്ടാണ്. സ്ഥലം കണ്ടെത്തി കഴിഞ്ഞു, അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതിനിടയിൽ അത്രയും ദിവസമൊന്നും ബോഡി വെക്കാൻ സാധിക്കില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് അന്ത്യകർമ്മങ്ങളെല്ലാം പൂർത്തീകരിക്കുക, പിന്നീട് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്മാരകം പണി ചെയ്യുക എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ നയം. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഈ കോൺഗ്രസ് ഈ പി വി നരസിംഹറാവു എന്ന് പറയുന്ന ലിബറലൈസേഷൻ്റെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ രീതിയിൽ എക്കണോമിക് റിഫോംസ് കൊണ്ടുവന്ന പ്രധാനമന്ത്രി, ബഹുമാന്യനായ പ്രധാനമന്ത്രി, ഈ ഏത് രീതിയിലാണ് കോൺഗ്രസ് പാർട്ടി കൈകാര്യം ചെയ്യുന്നത് നമുക്കറിയാമെന്ന് മാത്രമല്ല 2024 നരേന്ദ്രമോദി വേണ്ടി വന്നു ആ പി വി നരസിംഹറാവു എന്ന മഹാമനുഷ്യനെ ഭാരതരത്നം കൊടുത്ത് ആദരിക്കാൻ. ശരി, ഞാൻ മറുപടി കൂടി ഒന്ന് കേട്ടിട്ട് വരാം. സണ്ണിക്കുട്ടി എബ്രഹാം, ചുരുക്കത്തിൽ കോൺഗ്രസ് നരസിംഹറാവുവിനെ അപമാനിച്ചിട്ടുണ്ട്, മൻമോഹൻ സിംഗിനെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഓർഡിനൻസ് കയറി വലിച്ചെറിഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി അപമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മുൻപിൽ നിൽക്കുന്നു. മാത്രവുമല്ല വിയറ്റ്നാമിലേക്ക് പുതുവത്സരത്തിന് പോകുന്നു. ഇതൊക്കെയാണ് BJPയുടെ വാദം. മാത്രവുമല്ല മൻമോഹൻ സിംഗ് തന്നെ കൊണ്ടുവന്ന ഓർഡിനൻസിന്റെ അടിസ്ഥാനത്തിൽ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു കൊടുക്കാനുള്ള സമയതാമസം മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ് BJPയുടെ ന്യായം. അരുണേ, അരി എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ദാസ് പയറഞ്ഞാഴി എന്നാണ് പറയുന്നത്. ഞാൻ ചോദിച്ചതിന് ഇതുവരെ അദ്ദേഹം ഒരു മറുപടി തന്നിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ പറഞ്ഞു ഇത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ തീരുമാനമെടുത്തത്. ഇതൊരു ഓർഡിനൻസ് ആയിരുന്നില്ല, ക്യാബിനറ്റിന്റെ തീരുമാനമായിരുന്നു. ആ തീരുമാനം അനുസരിച്ച് തന്നെയാണ് പിന്നീട് ശ്രീ വാജ്പേയി അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ നടത്താൻ ഇവിടെ ഒരു സൗകര്യം കിട്ടിയത്. 2018 ട്രസ്റ്റ് രൂപവൽക്കരിച്ചോ? ഈ മരിച്ച് അന്ന് ഈ 1-2 ദിവസം കൊണ്ട് ട്രസ്റ്റ് രൂപവൽക്കരിച്ചിട്ടാണോ നിങ്ങൾ അവിടെ അദ്ദേഹത്തിന്റെ ശവസംസ്കാരത്തിന് സ്ഥലം അനുവദിച്ചത്? മൻമോഹൻ സിംഗിന്റെ കാര്യം വരുമ്പോൾ മാത്രം. ഒരു നിമിഷം, ഞാൻ ആ ചോദ്യത്തിന് വളരെ സ്പെസിഫിക് ആയ ഒരു മറുപടി ഈ കൃഷ്ണദാസിൽ നിന്ന് തേടുകയാണ്. ഇവിടെയാണ് വിവേചനം പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്. അഡ്വക്കേറ്റ് ഈ കൃഷ്ണദാസ്, 2018 അടൽ ബിഹാരി വാജ്പേയി മരിക്കുമ്പോൾ ഓഗസ്റ്റ് 16-ാം തീയതി സംസ്കാര ചടങ്ങുകളും ഈ പറയുന്ന അന്ത്യകർമ്മങ്ങളും ഒക്കെ നടന്നത് ഇതേപോലെ ട്രസ്റ്റൊക്കെ രൂപീകരിച്ചിട്ടായിരുന്നു. അല്ല, വാജ്പേയി ഭരണമടഞ്ഞ ദിവസം ഞാൻ മനസ്സിലാക്കുന്നു ഏതാണ്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് സംസ്കാര ചടങ്ങുകളും അതെല്ലാം ഈ പറഞ്ഞ രീതിയിൽ ചെയ്തിരിക്കുന്നത്. മൻമോഹൻ സിംഗിനെ സംബന്ധിച്ച് ആ കുടുംബത്തെ നേരിട്ട് ആഭ്യന്തരമന്ത്രി ഇതിനു വേണ്ടിയിട്ടുള്ള സ്ഥലം കണ്ടെത്തും എന്നുള്ള രീതിയിൽ അവർക്ക് ഉറപ്പ് നൽകി. ഖാർഗെ കത്തെഴുതിയതിൻ്റെ അടിസ്ഥാനത്തിൽ മല്ലികാർജുൻ ഖാർഗെയ്ക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാജി അദ്ദേഹത്തിന് ഇത് കൃത്യമായിട്ട് ഇതിന് സ്ഥലം കണ്ടെത്തി അവിടെ മനോഹരമായ ഒരു സ്മാരകം അദ്ദേഹത്തിൻ്റെ പേരിൽ പണി ചെയ്യും എന്ന് പറഞ്ഞു. എന്നിട്ടും ഈ ഉറപ്പുകളൊക്കെ എല്ലാം നൽകിയിട്ടും ഇത് അനാവശ്യമായ ഒരു വിവാദം ഉണ്ടാക്കിയതാണ്. ഈ വിവാദം ഉണ്ടാക്കിയ ആളുകൾ ഇപ്പോൾ എവിടെയെന്നാണ് അരുൺ ചോദിക്കേണ്ടത്. നിർഭാഗ്യവശാൽ ഇന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ ആരും കാണുന്നില്ല. ഈ വിവാദം ഉണ്ടാക്കിയ ആൾ അദ്ദേഹം എവിടെ? അദ്ദേഹം ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി സ്ഥലം വിട്ടില്ലേ? പിന്നെ എന്ത് അടിസ്ഥാനത്തിൽ ഇപ്പൊ നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്യുന്നത്? നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ചോദ്യം പ്രസക്തമാണ്. അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ്, ഞാൻ അങ്ങനെ ഒന്ന് തിരുത്താണ്. കാരണം ഈ വാജ്പേയിയുടെ മരണം സംഭവിക്കുന്നത് 2018 ഓഗസ്റ്റ് 16-നാണ്. ഫ്യൂണറൽ നടക്കുന്നത് 17-നാണ്. എങ്ങനെയാണോ മൻമോഹൻ സിംഗിന്റെ കാര്യത്തിൽ മരണം സംഭവിച്ചത്, സംസ്കാര ചടങ്ങുകൾ നടത്തിയത്, അതേ സമയം അതേ കാലതാമസം മാത്രമാണ് വാജ്പേയിയുടെ കാര്യത്തിലും എടുത്തത്. അപ്പോൾ ട്രസ്റ്റ് രൂപീകരിക്കാനാണ് സമയമെടുത്തത് എന്ന് പറഞ്ഞാൽ അത് വാജ്പേയിയുടെ കാര്യത്തിലില്ലെങ്കിൽ ഇവിടെയും അത് ബാധകമാകേണ്ടതല്ല. അല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അതായത് 2013 മൻമോഹൻ സിംഗ് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഓർഡിനൻസാണ്
നേതാക്കന്മാർക്ക് ഒരു സ്ഥലം അലോട്ട് ചെയ്തത്, ഒരു സ്മാരകത്തിന് വേണ്ടി അലോട്ട് ചെയ്യുന്നത് ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ളൊരു തീരുമാനം UPA സർക്കാരാണ് എടുക്കുന്നത്. അത് ഓർഡിനൻസ് ആണോ തീരുമാനമാണോ? തീർച്ചയായിട്ടും തർക്കമില്ല, അതിൽ തർക്കമില്ല. അതായത് ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, അതായത് കേന്ദ്ര സർക്കാർ ഈ മല്ലികാർജുൻ ഖാർഗെയുടെ കത്ത് കിട്ടിയ ഉടനെ തന്നെ ഖാർഗെയ്ക്കും അതേപോലെ തന്നെ മൻമോഹൻ സിംഗിൻ്റെ കുടുംബാംഗങ്ങളെയും ഉചിതമായ സ്ഥലം കണ്ടെത്തും, അതിനനുസരിച്ചിട്ട് ട്രസ്റ്റ് രൂപീകരിക്കുകയും ട്രസ്റ്റ് രൂപീകരിച്ച ശേഷം ഒരു സ്മാരകം അവിടെ പണി ചെയ്യും എന്ന് ഉറപ്പ് കൊടുത്തു എന്നും സ്ഥലം കണ്ടെത്താനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരേ സ്ഥലത്തായിരുന്നില്ലേ അടൽ ബിഹാരി വാജ്പേയി ഇതേപോലെ നിഗംബോധ് ഘട്ടിൽ പൊതുശ്മശാനത്തിൽ കൊണ്ടുപോയോ? ഇല്ലല്ലോ സാർ. കൊണ്ടുപോയത് ഇതേ രാഷ്ട്രീയ സ്മൃതിസ്ഥലിലല്ലേ? അതേപോലെ ഡോക്ടർ മൻമോഹൻ സിംഗിനും അവിടെ അന്ത്യകുടീരം ഒരുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ, സംസ്കാര ചടങ്ങ് നടത്താവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് കഴിയുമായിരുന്നു. അത് നമ്മൾ തുറന്ന് സമ്മതിക്കണം ശ്രീ കൃഷ്ണദാസ്. അല്ല, നിഗംബോധ് ഘട്ടിനെ ആരും കുറച്ച് കാണണ്ട. അത് അവിടെ ഡൽഹിയിൽ ഒരു പൊതുശ്മശാനം എന്ന രീതിയിൽ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കുമെന്ന രീതിയിലുള്ളൊരു സ്ഥലമാണ് നിഗംബോധ് ഘട്ട്. അത് എന്തെങ്കിലും ഒരു കുറച്ചലായിട്ട് ഞങ്ങളാരും കാണുന്നില്ല. ഏറ്റവും സാധാരണക്കാരായ ആളുകൾ മുതൽ ഏറ്റവും ഉയർന്ന ആളുകളുടെ ശവസംസ്കാരം നടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് മറ്റൊരു സ്ഥലം കണ്ടെത്തിയില്ല എന്നതിനെ സംബന്ധിച്ച് അല്ല, കഴിഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് എന്തുകൊണ്ട് നിങ്ങൾ നിഗംബോധ് ഘട്ടിൽ ഒരുക്കിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെനിക്ക് ഉത്തരമില്ല. അതായത് എന്തുകൊണ്ടാണ് വാജ്പേയിയുടെ ശരീരം പ്രഖ്യാപിച്ചിരിക്കെ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് വിയറ്റ്നാമിൽ പുതുവത്സരം ആഘോഷിക്കാൻ പോയിരിക്കുകയാണ്. അത് ശരിയായിരുന്നോ എന്നാണ് ചോദ്യം. അരുണെ, അദ്ദേഹം എവിടെ പോയെന്നോ അദ്ദേഹം എവിടെയാണെന്നോ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായിട്ട് ഇപ്പോൾ ശ്രീ കൃഷ്ണദാസ് മറുപടി പറഞ്ഞു, എനിക്കുത്തരമില്ല. എന്തുകൊണ്ട് വാജ്പേയിയുടെ കാര്യത്തിൽ അന്ന് ആരും വാജ്പേയിയുടെ കുടുംബത്തോടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയോടോ പറഞ്ഞില്ലല്ലോ? എനിക്ക് അവസരം തരുമല്ലോ. ഇത്രയേ ഉള്ളൂ. അന്ന് ശ്രീ വാജ്പേയി അന്തരിച്ചപ്പോൾ ആരും അദ്ദേഹത്തിന്റെ കുടുംബത്തോടോ പാർട്ടിയോടോ പറഞ്ഞില്ലല്ലോ നിങ്ങൾ തൽക്കാലം നിഗംബോധ് ഘട്ടില് ഈ മൃതശരീരത്തിന്റെ അന്ത്യകർമ്മങ്ങൾ നടത്തൂ, എന്നിട്ട് നമുക്കൊരു സൗകര്യം തരാം, ഒരു അവസരം തരാമെന്ന് ആരും പറഞ്ഞില്ലല്ലോ. അന്ന് കൃത്യമായിട്ട് ഈ രാഷ്ട്രീയ സ്മൃതി സ്ഥലിൽ തന്നെ നടത്തിയല്ലോ. അതെന്തുകൊണ്ടാണ്? ഒരു ദിവസം കൊണ്ട് ട്രസ്റ്റ് ഉണ്ടാക്കുമോ? ഇതൊക്കെ ആരോടാ പറയുന്നത്? നിങ്ങൾക്ക് നിഗംബോധ് ഘട്ട് വലിയ പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞതെങ്കിലേ ഇന്ത്യയിലെ ഈ മൻമോഹൻ സിംഗിനെ സ്നേഹിക്കുന്ന പല ആളുകൾക്കും അദ്ദേഹത്തോട് കാണിച്ച ഒരു അപമാനം, അദ്ദേഹത്തെ അവഹേളിച്ചതിന് തുല്യമായിട്ടാ നിങ്ങളുടെ ഒരു രാഷ്ട്രീയ തന്ത്രമുണ്ട് ശ്രീ കൃഷ്ണദാസ്. അരുൺ, ഇവരുടെ തന്ത്രം എന്താണെന്ന് അറിയാമോ? ഇവർ വളരെ ബോധപൂർവം ചെയ്യുന്ന ഒരു കാര്യമാണിത്. ഇവർക്ക് സ്വന്തമായിട്ട് ഈ പാർട്ടിക്ക് ഈ ഗവൺമെന്റിന് ഒരു രഹസ്യം അവകാശപ്പെടാനില്ല. ഞാൻ പറയട്ടെ, അരുൺ സർദാർ വല്ലഭായ് പട്ടേലിനെയൊക്കെ റാഞ്ചി എടുത്തതുപോലെ ഇപ്പോൾ മൻമോഹൻ സിംഗിനെയും നാളെ റാഞ്ചണം. നാളെ ഇവർ സ്ഥലം കൊടുത്തു, ഞങ്ങളാണ് സ്ഥലം കൊടുത്തത്, എന്നിട്ടൊരു ഭാരതരത്നം അദ്ദേഹത്തിന് കൺഫർ ചെയ്യും. ഇതെല്ലാം ഞങ്ങളാണ് ചെയ്തത്, ഞങ്ങളാണ് മൻമോഹൻ സിംഗിനെ ആദരിച്ചത്. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, ഒറ്റ വാചകം മതി. നിങ്ങൾ പ്രണബ് കുമാർ മുഖർജിയെ പറ്റി പറഞ്ഞല്ലോ. അന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി കൂടി അനുശോചനം രേഖപ്പെടുത്തിയില്ല. അന്നത്തെ ദിവസം ഏതാണെന്ന് അരുണിന് ഓർമ്മയുണ്ടോ? കോവിഡിന്റെ ഏറ്റവും മൂർധന്യത്തിൽ നിൽക്കുന്ന സമയമാണ്. 20 പേര് പോലും ഒന്നിച്ച് ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ. 20 പേര് പോലും ആ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തില്ല. അന്ന് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പോയി. സോണിയാഗാന്ധി AICC പ്രസിഡന്റ് എന്ന നിലയിൽ അനുശോചന കത്തയച്ചു. അതിനെപ്പറ്റി ശർമ്മിഷ്ഠ മുഖർജി തന്നെ പറഞ്ഞിരിക്കുന്നത് ഹൃദയത്തെ തൊടുന്ന ഒരു കത്തായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോ ഇവരെയൊക്കെ എഴുന്നള്ളിച്ചുകൊണ്ട് വന്നിട്ട് കോൺഗ്രസിനെ ആക്ഷേപിക്കാനുള്ള ഒരു തന്ത്രം, ഒരു ഹീനതന്ത്രം എന്നല്ലാതെ ശ്രീ കൃഷ്ണദാസ് മറുപടി പറയാൻ. ഇനി നമുക്ക് വാജ്പേയിലേക്ക് തിരിച്ചു പോകണ്ട, കാര്യം അതിന് മറുപടിയില്ല. സണ്ണിക്കുട്ടി
സണ്ണിക്കുട്ടി എബ്രഹാം ചോദിക്കുന്നത് നിഗംബോധ് ഘാട്ടിൽ എന്തുകൊണ്ട് വാജ്പേയിയെ സംസ്കരിച്ചില്ല എന്ന് ചോദിക്കുന്നത്. ഈ കഴിഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് എന്ത് ഉത്തരം സണ്ണിക്കുട്ടി എബ്രഹാം നിർഭാഗ്യവശാൽ കോൺഗ്രസിനെക്കാട്ടും വലിയ രീതിയിലാണ് അവരെ പ്രതിരോധിക്കുന്നത്. ഞാൻ പറഞ്ഞോട്ടെ അതായത് നിഗംബോധ് ഘാട്ടിൽ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരമില്ല. വാജ്പേയി എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളത്. പക്ഷേ കാലാകാലങ്ങളായിട്ട് ഈ പറയുന്ന പ്രണബ് മുഖർജി ആവട്ടെ, PV നരസിംഹറാവ് ആവട്ടെ, ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, കരുണാകരൻ ഒരു സ്മാരകം പണിതിട്ടുണ്ടോ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം? താങ്കളിപ്പോൾ വലിയ വായിൽ കോൺഗ്രസിനെ ന്യായീകരിക്കാൻ നിൽക്കുന്നുണ്ടല്ലോ. കരുണാകരന് 14 വർഷമായിട്ട് അന്തരിച്ച കരുണാകരന് ഒരു സ്മാരകം ഈ കേരളത്തിൽ എവിടെയെങ്കിലും പണിതിട്ടുണ്ടോ? ഇവർ ഈ ഗാന്ധി ഫാമിലിയും അതായത് രാജീവ് ഗാന്ധിയുടെ കുടുംബവും ഇന്ദിരാഗാന്ധിയുടെ കുടുംബവും നെഹ്റുവിന്റെ കുടുംബത്തിന് മാത്രം സ്മാരകം മതിയോ? ബാക്കിയുള്ള നേതാക്കന്മാർക്കൊന്നും സ്മാരകം വേണ്ടേ? അപ്പൊ കോൺഗ്രസിന്റെ നിലപാടിൽ എല്ലാവർക്കും അറിയാം. അവർ ഇത്തരത്തിൽ പല വിവാദങ്ങളും ഉണ്ടാക്കും. എന്നിട്ട് വിയറ്റ്നാമിലേക്ക് പോകും, തായ്ലാന്റിലേക്ക് പോകും. താങ്ക് യു ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം ചർച്ചയിൽ ചേർന്നതിന്. Debate with Dr. Arun Kumar.